എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടവരും അല്ലാത്തവരുമായ കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തെയും സംസ്ഥാനത്തെയുമുള്ള കർഷകർക്ക് കുറഞ്ഞ വിലക്ക് സബ്സിഡി നിരക്കിൽ കർഷക യന്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ജൂലൈ 15 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയായിട്ടുള്ള SMAM വഴി കർഷകർക്ക് 50 മുതൽ 80% വരെ സബ്സിഡിയിൽ കുറഞ്ഞ വിലക്ക് കർഷക യന്ത്രങ്ങൾ വാങ്ങിക്കാൻ കഴിയും. തെങ്ങുകയറ്റ യന്ത്രം മുതൽ വലിയ ട്രാക്ടറുകൾ വരെ ഈ പദ്ധതിയിലൂടെ വാങ്ങാൻ കഴിയുന്നതാണ്. കർഷക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ SMAM പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഈ ജൂലൈ 16 മുതലാണ് ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി കർഷക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര പ്രവർത്തനങ്ങൾക്കുള്ള യന്ത്രങ്ങൾ, വിള സംസ്കരണ പ്രവർത്തനങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടുകൂടി ലഭിക്കുന്നതാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. അതായത് ഏതാണ്ട് പകുതി വിലക്ക് ഈ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപാദന സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്കും കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങളായ കസ്റ്റം ഹെയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി ചെലവിന്റെ 40% വരെ സഹായം ലഭിക്കുന്നതാണ്. യന്ത്രവൽക്കരണ തോത് കുറവായ മേഖലകളിൽ ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം വരെ 50% നിരക്കിൽ 24 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. കൂടാതെ വനാവകാശ നിയമം പ്രകാരം പട്ടയം ലഭിച്ച ഗുണഭോക്താക്കൾക്ക് എല്ലാ വിഭാഗത്തിലും 90% സബ്സിഡിയും ലഭിക്കുന്നതാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളിൽ അനുവദിച്ചിട്ടുള്ള ലക്ഷ്യത്തേക്കാൾ കൂടുതൽ അർഹരായ അപേക്ഷകൾ ഉണ്ടായാൽ അഗ്നി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയുള്ള ഓൺലൈൻ ലോട്ടറി മൊഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണമായിട്ടുള്ള ഗുണഭോക്താക്കളെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തും. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടികളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട തീയതി, സമയം, ഫലം എന്നിവ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള കസ്റ്റം ഹിയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക്, എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് പദ്ധതികൾ. ക്രെഡിറ്റ് ലിമിറ്റഡ് ബാങ്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുക. അംഗീകൃത ബാങ്കുകളിൽ നിന്നും വായ്പ ലഭ്യമാക്കാനായി പദ്ധതി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് SMAM മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാങ്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കും. പദ്ധതിയുടെ അപേക്ഷ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ നിങ്ങളുടെ കൃഷി ഓഫീസുമായിട്ടോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായിട്ടോ ബന്ധപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത തുക ഇപ്പോഴുള്ള മാസങ്ങളിലെ തുക ലഭിച്ചു കഴിഞ്ഞു. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ആ ഒരു തുക വിതരണം ഇനി ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക. അതിനു മുമ്പ് KYC ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ സൈറ്റിൽ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ട് എങ്കിൽ അത് നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് ഈ ഒരു സഹായങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മുടങ്ങാതെ ലഭ്യമാവുകയുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ. ബൈ.